ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇത് 4 ടോപ്പിക്കാണ്. പക്ഷേ ഇതറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് മോഷൻ എന്നറിയണം. മോഷൻ്റെ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 ടോപ്പിക്സ് മനസ്സിലാവും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ മോഷൻ എന്താണെന്ന് വെച്ചാൽ സമയത്തിനനുസരിച്ച് ഒരു വസ്തു മൂവ് ആകുന്നതാണ് മോഷൻ. എക്സാമ്പിൾ, എൻ്റെ കാറ്റർ, അതായത് ഇവിടുത്തെ വസ്തു. ഹലോ, ഇവിടെ നോക്ക്, ഞാനിവിടെ സമയത്തിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുക, അതാണ് മോഷൻ. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ അവിടെ കുറച്ച് നേരം അനങ്ങാണ്ട് നിന്നു, അതാണ് റെസ്റ്റ്. അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മോഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിലോട്ട് കിടക്കാം. നിങ്ങളിവിടെ നോക്ക്, എനിക്ക് നമ്മുടെ ഈ പൊസിഷനിൽ നമ്മുടെ ജോർജ് പോൾ നമ്മുടെ വണ്ടി എടുക്കുന്ന ഗാരേജില്ലേ, എനിക്ക് അവിടം വരെ പോകണം. എനിക്ക് വേണമെങ്കിൽ നേരെ പോകാം, ഭയങ്കര സിമ്പിളായിട്ട് നേരെ പോവാം. ഇത് കണ്ട കണ്ട എനിക്ക് വേണമെങ്കിൽ നേരെ പോയി കറക്റ്റ് നേരെ ആയിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്യാം. കണ്ട, അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അത്രേ ഉള്ളൂ. ഇനി ഇത് നോക്ക്, ഇതിൽ ആദ്യത്തെ റൂട്ട് ഞാൻ പോകണം നോക്കുക. ആദ്യത്തെ റൂട്ടിൽ ഞാൻ നമ്മുടെ റൂയിൻസ് വഴി കറങ്ങി നമ്മുടെ ഗരാജിലോട്ട് എത്താൻ നോക്കുക. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മുടെ റൊസോങ്ക് പാലം വഴി കയറി അപ്പുറം കറങ്ങി നമ്മുടെ അവിടെ ഗരാജിലെത്താൻ പോവുക. കണ്ടോ, ഈ രണ്ട് വീഡിയോയിൽ നോക്കുവാണെങ്കിൽ ഞാൻ പോയ റൂട്ട് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. മനസ്സിലായോ? അതാണ് ഡിസ്റ്റൻസ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സഞ്ചരിച്ച റൂട്ട്, അതെന്ന് വെച്ചാൽ പാത്ത്, അത്ര ഡിസ്റ്റൻസ് വെച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എ, ഇത് നമ്മുടെ ബി. ഇതിൽ എ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്, ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത ആ സ്റ്റാർട്ടിങ് പോയിന്റില്ലേ അത്. ബി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാരേജ്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി നമ്മുടെ റൂയിൻസ് വഴിയും പോവാം, കറങ്ങി റൊസോങ്ക് പാലം വഴിയും പോവാം. പക്ഷേ ഞാൻ അടുത്ത സ്ട്രെയിറ്റസ്റ്റ് ലൈൻ ഉണ്ടല്ലോ നടുക്കത്തെ, നേരെ പോയി നേരെ എത്തിയ, പക്ഷേ നമ്മുടെ സ്ട്രെയിറ്റസ്റ്റ് ലൈൻ ഉണ്ടല്ലോ നമ്മൾ നേരെ പോയി എത്തിയത്, അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ബാക്കി ഞാൻ സഞ്ചരിച്ച 2 പാത്തുണ്ടല്ലോ, അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇത്രേ ഉള്ളൂ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. എൻ്റെ വേഗത എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡാണ്. ബോട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന സമ്മതിക്കൂല. ഇവിടെ എൻ്റെ എൻ്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷേ എൻ്റെ വെലോസിറ്റി ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് ടുവാർഡ്സ് നോർത്താണ്. കാരണം സ്പീഡിന് ജസ്റ്റ് വാല്യൂ മാത്രം മതി, പക്ഷേ വെലോസിറ്റിക്ക് വാല്യൂ വേണം വിത്ത് ഡയറക്ഷൻ. അത്രേ ഉള്ളൂ. കാരണം സ്പീഡ് എന്ന് പറയുന്നൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റി. അത്രേ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.